ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ പൂരത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ വിചാരിക്കും ചെണ്ടപ്പുറത്ത് കോലി വെച്ചോടത്തൊക്കെ പോകണ്ടല്ലോ എന്ന്. പക്ഷേ ചേച്ചിയുടെ വീട്ടിലേക്ക് ക്ഷണം കിട്ടി എന്തായാലും പോകണമല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള മാങ്ങ നുറുക്കലൊക്കെ ആയിരുന്നു എൻ്റെ പണി. വന്നപ്പോൾ തന്നെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അവിയലിനുള്ള കഷ്ണം നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ നുറുക്കി കഴിഞ്ഞു. ഇതൊക്കെ തലേ ദിവസം ചെയ്ത് വെച്ചതാണ്. പിന്നെ പിറ്റേ ദിവസം എണീറ്റ് ചായയൊക്കെ കുടിച്ച് റെഡിയായ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഇതാ ചോറും അച്ചാറിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിയലുണ്ടാക്കാനുള്ള കഷ്ണമൊക്കെ സെറ്റാണ്. പിന്നെ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും അതുപോലെ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. മീൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അമ്പലത്തിലെ പ്രസാദം വന്നത്. അപ്പോൾ പായസം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതാ ഉച്ച ആയപ്പോഴത്തേക്ക് എല്ലാം റെഡിയായി. നല്ല വിഭവസമൃദ്ധമായൊരു സദ്യ തന്നെയായിരുന്നു കേട്ടോ. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊരു ഊണ് കഴിച്ച് ഒരു ചെറിയൊരു ഉറക്കം കൂടി പാസ്സാക്കിയിട്ട് ഞങ്ങളിതാ പൂരത്തിന് പോവുകയാണേ. ഞാനും ഹൃദ്യയും പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ ഉണ്ട്. അമ്മയും ചേച്ചിയൊന്നും വന്നില്ല. കുറച്ചധികം നടക്കാനുണ്ട്. കാരണം അവരില്ല. ഞങ്ങൾക്ക് വയ്യാവണിട്ട് അവരവിടെ ഇരുന്നേ. ഞങ്ങൾ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ണിക്ക് പനിയുണ്ട്. എന്നാലും ഞങ്ങൾ പോണ കണ്ടപ്പോൾ അവനും കൂടെ വന്നു കേട്ടോ. അപ്പം ഞാൻ അവനോട് ചിരിക്കടാന്നൊക്കെ പറയുകയാണ്. അപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ചിരിച്ചൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നേ. പക്ഷെ ഇതിലും ഡബിളായിരുന്നു വെടിക്കെട്ടിൻ്റെ സമയത്ത് കേട്ടോ. പിന്നെ ആനേനൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. ആനയുടെ അടുത്തേക്കൊക്കെ പോകാൻ ഭയങ്കര പേടിയാണ്. കാരണം എല്ലാ പൂരത്തിനും ആന ഓടണ കാരണം ആനയുടെ അടുത്ത് പോകാൻ പേടിയാണ്. അതുകൊണ്ട് അകലെ നിന്നിട്ട് പൂരമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു മതിലിന് ഇപ്പുറത്ത് നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം അടുത്ത് പോയി എടുക്കാനുള്ള ധൈര്യമൊക്കെ ഇല്ല. അത് കാരണം കുറച്ച് നേരം മതിലിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു. ഞാനാളുടെ നെറ്റിപ്പട്ടൊക്കെ നോക്കി നിൽക്കുകയാണേ. ഗേൾസും ബോയ്സൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്തിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ നേരം നോക്കി നിന്നു. അതിൻ്റെ ഇടയിൽ കുറേ ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. എല്ലാവരും ആരും നോക്കാതെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കുറേ നേരം ഞാൻ കണ്ടു നിന്നു. പിന്നെ ഈ ഒരു ആനപ്പൂരം മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങളങ്ങനെ പൂരപ്പുറമ്പ് മൊത്തം ചുറ്റിക്കറങ്ങാനൊന്നും നിന്നില്ല. കാരണം കൂടെ ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉണ്ണീൻ്റെ അടുത്ത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അവൻ പനിയായ കാരണം എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ആനപ്പൂരം തന്നെയാണ് കണ്ടത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുന്ന വഴിക്ക് പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് 2 കഴിച്ചു. അത് അത്ര പോരായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഐറ്റം കൂടി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ മറ്റേ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്തോരം ജനങ്ങളായിരുന്നു വെച്ചിട്ട് അത്രയും ജനങ്ങൾ. കാരണം വെടിക്കെട്ട് ഇപ്പം അധികം ഉണ്ടാവാറില്ലല്ലോ. അത് കാരണം അപ്പം നമുക്ക് വെടിക്കെട്ട് കാണാം. തിരി കൊളുത്താൻ പോവുകയാണ്. വെടിക്കെട്ട് കാണാൻ വേണ്ടി മാത്രം ജനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച്
പിറ്റേ ദിവസം ഇതിപ്പോൾ ഉച്ച സമയമാണ്. പിറ്റേ ദിവസം ഉച്ച സമയത്ത് എടുത്തതാണ്. പനിയായ കാരണം ആൾ ഭക്ഷണമൊന്നും കഴിക്കണില്ല. അപ്പോൾ കഴിപ്പിക്കാൻ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ കഴിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് എൻ്റെ ചേച്ചി. അപ്പോൾ അവൾ തണ്ണിമത്തൻ അങ്ങനെയൊക്കെ ആക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു തുപ്പലം പൊട്ടി കിട്ടിയത്. അപ്പോൾ ഞാനത് ഭയങ്കര നൊസ്റ്റാൾജിയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി എണീറ്റിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. ആളും ഉറങ്ങി എണീറ്റിട്ട് എൻ്റെ മടിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ പൂരത്തിന് പോയപ്പോൾ മേടിച്ച കളിപ്പാട്ടാണത്. അപ്പോൾ അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോയ്ക്ക് നോക്കടാ ചിരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം ആളേനെ ഉഷാറാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഉറങ്ങി എണീറ്റ കാരണം ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോന്നു കഴിഞ്ഞാൽ ആരും ഇല്ലല്ലോ. അപ്പോൾ കളിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ ആൾക്ക് അതിൻ്റേതായൊരു വിഷമമുണ്ട്. എന്നൊക്കെയൊരു ഉമ്മ തായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ വളരെ ഡീസൻ്റായിട്ട് വീഡിയോ എടുക്കണ കാരണം അപ്പോൾ നല്ല ഡീസൻ്റായിട്ട് ഒരു ഉമ്മൊക്കെ തന്നു. പിന്നെ അവനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുറച്ച് പട്ടിഷോയൊക്കെ ഇറക്കുന്നുണ്ട്. ഞാൻ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് കളിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വണ്ടി വിളിച്ചിട്ടുണ്ട്. വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് നേരം കൂടിയും കളിച്ചിട്ടുണ്ടായിരുന്നു. സംഗതി അതിൽ കിടക്കണ റിങ്ങൊക്കെ അതിൽ വേറൊരു സംഭവം ഉണ്ട്. അതിലിങ്ങനെ കോർത്തിടുക. അത് ഒരിക്കലും നടക്കണ പരിപാടിയല്ല. എന്നാലും കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.